ഹായ്, വെൽക്കം ടു മൈ ചാനൽ. 900 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്ലിക്കോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മിനി സോണിക് എന്ന് പറയുന്ന മോഡലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 900 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ള ഒരു കൺക്ലൂഷനും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കിട്ടും. ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈസി ടു ഹാൻഡിൽ ആണ്. പുറത്ത് ഔട്ട്ഡോറിനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. പിന്നെ ഇതിന്റെ ഡിസൈനിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഡോം ഷേപ്പാണ്. ഈ ഡോം ഷേപ്പ് കൊണ്ട് കുറേ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നോർമൽ സ്പീക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മേശപ്പുറത്ത് വെക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമായിരിക്കും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ മാത്രമായിരിക്കും. ഇത് ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 360 ഡിഗ്രി നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ഈ ഡോം ഷേപ്പ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഇപ്പൊ ഈ ടേബിളിന്റെ ഏത് സൈഡിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈവൻ ആയിട്ട് സൗണ്ട് കിട്ടും. അത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിന്റെ ഡിസൈനിൽ താഴെ ഒരു റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നോളും. ഇതിന്റെ അടിയിൽ വരുന്നത് ഒരു ഫാബ്രിക് മെഷാണ്. അതൊരു പ്രീമിയം ക്വാളിറ്റി, ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഈ ഡോം ഷേപ്പിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒരു RGB ലൈറ്റ് ഉണ്ട്. ഇതിനൊരു ഡൈനാമിക് RGB ലൈറ്റ് എന്നാണ് പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ടിനനുസരിച്ചിട്ട് ഈ കളർ മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കും. അതായത് ഒരു ഇരുട്ടുള്ള റൂമാണെന്നുണ്ടെങ്കിൽ ഒരു നൈസ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനൊരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പച്ച, മഞ്ഞ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. 900 രൂപയ്ക്ക് ഇത് വെർത്താണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101% പറയും ഇത് വെർത്താണ്. കാരണം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. ഒരു നോർമൽ റൂമിലേക്ക് അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ 360 ഡിഗ്രി സൗണ്ട് ഉള്ളത് കൊണ്ട്. പിന്നെ ഒരു ഹൈ ബേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഡീസന്റ് ആയിട്ടുള്ള ബേസും ഡീസന്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. സൗണ്ട് ഞാൻ ലാസ്റ്റ് കേൾപ്പിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്, നിങ്ങളെന്നൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. പിന്നെ ബാറ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് 6 മണിക്കൂർ ഒറ്റ തവണ ചാർജ് ചെയ്താൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അത്ര ഫാസ്റ്റ് ചാർജിങ് അല്ല, പക്ഷെ ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ, ഇത് വാട്ടർ പ്രൂഫ് അല്ല. വെള്ളം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബേസ് ഒരു എന്താ പറയാ, അടിപൊളി ബേസ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ലെവലിൽ ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബേസ് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീരിയോ സെറ്റപ്പ്. ഇപ്പോഴത്തെ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ഒരു സ്പീക്കറും കൂടി നമുക്ക് പെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ ഇതിലില്ല. വാട്ടർ പ്രൂഫ് ഇല്ല, ഇങ്ങനെ സ്റ്റീരിയോ സംഭവം ഇല്ല. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. പിന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനും ഫോൺ എടുക്കാനും പറ്റില്ല. കാരണം ഇതിൽ ഇൻബിൽട്ട് മൈക്രോഫോൺ വരുന്നില്ല. അപ്പോൾ ഇതൊരു പ്യുവർലി മ്യൂസിക് കേൾക്കാനും ഒരു നൈസ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനും, അതായത് ഈ റൂമിലൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ട് നൈസ് മൂഡിൽ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. പ്രൊഡക്റ്റിന്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, നിങ്ങളൊന്ന് ഹെഡ്ഫോൺ വെച്ചിട്ടൊന്ന് കേട്ട് നോക്കുക എങ്ങനെയുണ്ട്. Waiting for the final gates to open. You ain't new tomorrow. Moving with the motion. Following the light that sets me free.
അപ്പോൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.